നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം മൂലം ഉയർന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പഠിച്ച പണി 18 നോക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. പ്രവാസികളെ പുറത്താക്കി സ്വദേശികൾക്കായി മുഴുവൻ സംവരണവും പ്രഖ്യാപിച്ചുകൊണ്ട് കുവൈറ്റിന് പിന്നാലെ മുന്നോട്ടെത്തിയിരിക്കുകയാണ് സൗദി. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം ഉൾപ്പെടെ സൗദിയിലെ 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2017 രൂപീകരിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് നടപടി വേഗത്തിലാക്കിയത്. അതേസമയം ഊർജ, വ്യവസായം, ജലം, കൃഷി, പരിസ്ഥിതി, തൊഴിൽ, ഹജ്ജ്, ഉംറ, ടെലികമ്മ്യൂണിക്കേഷൻ, ഭവന നിർമ്മാണം തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സ്വകാര്യവൽക്കരണ പട്ടികയിലുള്ള മറ്റു വകുപ്പുകൾ എന്നത്. ഇതിലൂടെ സർക്കാർ സർവകലാശാലകളും തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതുമാണ്. സിവിൽ ഏവിയേഷൻ, പൊതുഗതാഗതം, തുറമുഖങ്ങൾ, സൗദി എയർലൈൻസ്, സൗദി റെയിൽവേ, സൗദി പോസ്റ്റ്, യാംബു റോയൽ കമ്മീഷൻ, കിങ് അബ്ദുള്ള സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, കിങ് അബ്ദുള്ള സിറ്റി റിന്യൂവബിൾ എനർജി, ഉപ്പുജല ശുദ്ധീകരണ പ്ലാന്റുകൾ, നാഷണൽ വാട്ടർ കമ്പനി എന്നിവയാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് സ്വകാര്യവൽക്കരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇത്തരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിരവധി പ്രവാസികളാണ് ജോലി ചെയ്തു വന്നിരുന്നത്. ഇവർക്ക് എന്തായാലും ജോലി നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് സൗദി മന്ത്രാലയം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.